പണത്തിന് വേണ്ടിയിട്ട് ക്യാഷിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഈ ശരീരം വിൽക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ ഷക്കീല? അത്തരത്തിൽ ആരെങ്കിലും ഷക്കീലാമ്മയെ തേടി വന്നിട്ടുണ്ടോ മലയാള സിനിമയിൽ? എന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷക്കീലാമ്മയ്ക്ക് ബോഡിയിൽ മെയിൻറ്റെയിൻ ബോഡി ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും, ബോഡി കുറച്ചും കൂടെ വണ്ണം വെപ്പിക്കേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. സോ നിങ്ങൾ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ബ്രസ്റ്റിന് ഹോർമോൺ ഇൻജെക്ഷൻസ് അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ, ഇഷ്ടമാണ് അങ്ങനത്തെ. ഷക്കീലാമ്മയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി അവര് എന്തൊക്കെ വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീ തമ്മിലായിരിക്കും കുസ്തി. അല്ല ചേട്ടാ, കള്ളച്ചക്കൻ പൈസയായിരുന്നു പ്രധാനം. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഈ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായി ഷക്കീല എന്ന ആക്ട്രസിനെ അല്ല ആളുകൾ കാണാൻ നിന്നത്, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. ഒരു 70-കാരനായിക്കോട്ടെ ഒരു 17-കാരനായിക്കോട്ടെ, രാമേന്ദ്ര നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? എന്നിട്ട് ഷക്കീല എന്ന ആക്ട്രസിനെ അല്ല, ഷക്കീലയുടെ ശരീരം കാണാനാണ് തിയേറ്ററിൽ വന്നത്. അതിപ്പോ ചിലത് എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. ഏറ്റവും പ്രധാനമായി ഷക്കീല എന്ന ആക്ട്രസിനെ അല്ല ആളുകൾ കാണാൻ നിന്നത്, അല്ലെങ്കിൽ ഒന്ന് നിർത്ത്. ഞാൻ കുറച്ച് ഓവറായില്ലേ, മോശമായി പോയി. പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ചെന്നിട്ടൊരു 100 കൂട്ടം ജോലിയുണ്ട്. ഞാൻ ഇറങ്ങട്ടെ.